ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ACPSC ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സിൻ്റെ ഫൈനൽ പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം അതിൽ എന്താണ് ഇനി പറയണത് എന്നുള്ളത്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഒരു സ്പൈഡർ വുമണൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഈ പാർട്ടിൽ എന്താ നോക്കാം. ദ ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ഹാഡ് നോ റീസൺ ടു ലാമെൻറ്റ്. അപ്പോൾ എന്താണ് പറയണത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ സ്പൈഡർ വുമണ് എന്താണ് ഫീസും കാര്യങ്ങളൊക്കെ കുറവാണ് അല്ലേ നമ്മുടെ ഏഞ്ചലിനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ഇതും കാര്യങ്ങളൊക്കെ നമ്മുടെ ഏഞ്ചലിനെ കാണാൻ ആൾക്കാരൊന്നും അധികം വരണമൊന്നുമില്ല. പക്ഷേ ഇതൊന്നും എന്ത് ചെയ്തില്ല, നമ്മുടെ പെലയനും മെലിസൻ്റെക്കും സങ്കടമൊന്നും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ്? വിത്ത് ദ മണി ദ സേവ്ഡ് ദേ ബിൽഡ് എ 2-story mansion with balconies and gardens. It also had high netting so that crabs wouldn't get in during the winter, and iron bars on the windows so the angels wouldn't get in. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ എലിസൻ്റെക്കും പെലോയ്ക്കും ഏഞ്ചലിനെ വെച്ച് ഒരുപാട് പൈസ ഉണ്ടാക്കിയില്ലേ. അവർ ഒരുപാട് പൈസ ഉണ്ടാക്കി. അവർ വലിയ 2-4 വീടും കാര്യങ്ങളൊക്കെ വെച്ചു. അവിടെ എന്തൊക്കെ ഉണ്ട്? ബാൽക്കണി ഉണ്ട്, അതുപോലെ നല്ല ഭംഗിയുള്ള പൂന്തോട്ടം ഉണ്ട്. പിന്നെന്താണ് അവിടെ ഉള്ളത്? വലിയ വലിയ നെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിന്? ഈ വിൻ്റർ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ ഞണ്ടുകളും കാര്യങ്ങളൊക്കെ വീട്ടിൽ കയറാതിരിക്കാൻ. അതുപോലെ അയൺ ബാർ വെച്ചിട്ടുള്ള മതിലുകൾ പണിതിട്ടുണ്ട്. എന്തിന്? ഇനിയും ഏഞ്ചൽസ് ആരും എന്ത് ചെയ്യരുത്, അവരുടെ വീട്ടിലേക്ക് വരരുത് എന്ന് വെച്ചിട്ട് അവർ ആലോചിക്കണം കൂടി ഇല്ല. എന്ത്? നമ്മുടെ ഏഞ്ചൽ കാരണമാണല്ലേ അവർക്ക് ഇത്രയും സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷെ അതൊന്നും ആലോചിക്കേണ്ട അവരെന്ത് ചെയ്യണം, ഇനി ഏഞ്ചലും കാര്യങ്ങളൊന്നും വന്നാൽ ഇനി വീട്ടിലേക്ക് വരണ്ടെന്ന് വെച്ചിട്ട് അയൺ ബാർസൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വീടിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. Peleo also set up a rabbit warren and gave up his job as bailiff for good. അപ്പോൾ എന്താണ് നമ്മുടെ പെലയോൻ്റെ ജോലിയൊക്കെ കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചു, ബെലിഫായിട്ടുള്ള ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരു കുഞ്ഞ് റാബിറ്റ് മൊയലിൻ്റെ എന്ത് ചെയ്യാണ്, ഒരു ബിസിനസ് പോലെ തുടങ്ങുകയാണ്. ഒരു കുഞ്ഞ് കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാണ്, വാരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മൊയലുകളൊക്കെ ഇടുന്ന ഒരു കൂടിനെ പറയുന്ന ഒരു പേരാണ് കേട്ടോ. അങ്ങനെ ഇത് തുടങ്ങുകയാണ്. എലിസൻഡ ബോട്ട് സം സാറ്റിൻ പംപ്സ് വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡിസൻറ്റ് സിൽക്ക്. അപ്പോൾ പെലയോന് മാത്രമല്ല മാറ്റം വന്നിരിക്കുന്നത്, ആർക്കും മാറ്റം വന്നിട്ടുണ്ട്, എലിസൻ്റെക്കും മാറ്റം വന്നിട്ടുണ്ട്. എലിസൻ്റെ എന്ത്, ഈ സാറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഷൈനിങ് ഉള്ള ടൈപ്പിനെ ഒരു പ്രൊഡക്റ്റിനെ പറയുന്നതാണ് കേട്ടോ സാറ്റിൻ. അതുപോലത്തെ എന്ത് ചെയ്യാണ്, ഹൈ ഹീൽസ് ഷൂസൊക്കെ ആണ് ആര് യൂസ് ചെയ്യണത്, നമ്മുടെ എലിസൻ്റെ യൂസ് ചെയ്യണത്. അതേപോലെ ഡ്രസ്സൊക്കെ എന്താണ്, നല്ല പ്യുവർ സിൽക്കിൻ്റെ അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള അത്രയും പൈസ ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണ് ആര് യൂസ് ചെയ്യണത്, നമ്മുടെ എലിസൻ്റെ യൂസ് ചെയ്യുന്നത്. The chicken coop was the only thing that didn't receive any attention. പക്ഷേ ഇവർക്കൊക്കെ ഇത്രയും ചേഞ്ചസ് വന്ന ഒരുപാട് വലിയ വീടും കാര്യങ്ങളൊക്കെ വെച്ചു വെച്ചാൽ പോലും കോഴിക്കോടിന് മാത്രം, നമ്മുടെ ഏഞ്ചൽ കിടക്കണ ആ കോഴിക്കോടിന് മാത്രം എന്തില്ല ഒരു മാറ്റം, അല്ലെങ്കിൽ അവർ ഒരു ശ്രദ്ധയും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. The dung heap stench from the coop was turning the new house into an old one. ഈ മറ്റേ കോഴിക്കോട്ടിൽ നിന്ന് വരുന്ന മറ്റേ കോഴിയുടെ കാഷ്ടത്തിൻ്റെയും കാര്യങ്ങളും മണമൊക്കെ കാര്യങ്ങൾ കാരണം ഇവിടെ വലിയ വീട് തന്നെ ഒരു പഴയ വീടിൻ്റെതായിരുന്നു. അത്രയും ദുർഗന്ധമായിരുന്നു ആ കോഴിക്കോട് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് എന്ന് പറയാണ്. At first, when the child learned to walk, they were carefully that he did not get too close to the coop. അങ്ങനെ ആദ്യമായിട്ട് അവരുടെ കുട്ടി ചെറുതായിട്ടൊക്കെ നടക്കാൻ തുടങ്ങുമ്പോൾ അവർ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഈ ചിക്കൻ കൂപ്പിൻ്റെ അടുത്തേക്ക് പോവാതിരിക്കാൻ. But then they began to lose their fears and got used to the smell. അവരെ പിന്നെ അത് ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പേടിയും കാര്യങ്ങളൊക്കെ മാറി. അതുപോലെ ആ സ്മെല്ലൊക്കെ ആയിട്ട് അവർ യൂസ്ഡ് ആയപ്പോൾ, ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത് ഹി ഹാഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ ആസ് ദ വയേഴ്സ് വർ ഫാളിങ് അപ്പാർട്ട്. ആ കുട്ടിക്ക് ആദ്യത്തെ ഒരു 2 പല്ലൊക്കെ വന്ന് ഒന്നിങ്ങനെ നടക്കാൻ പ്രോപ്പറായിട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഈ കുട്ടി എന്ത് ചെയ്യാൻ തുടങ്ങി, മെല്ലെ മെല്ലെ നടന്നിട്ട് ഈ ചിക്കൻ കൂപ്പിൻ്റെ ഉള്ളിലേക്ക് പോകാൻ തുടങ്ങി, കോഴിക്കോടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ തുടങ്ങി. അതിങ്ങനെ പൊട്ടി വീണുകൊണ്ട് ആ കുട്ടിക്ക് എന്താണ്, അതിൻ്റെ ഉള്ളിലേക്ക് കയറാനൊക്കെ സുഖമായിരുന്നു. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ചിക്കൻ പോക്സ് അറ്റ് ദ സെയിം ടൈം. അങ്ങനെ എന്തായി, അവർക്ക് 2 പേർക്കും ഒരേ സമയത്ത് ചിക്കൻ പോക്സ് വന്നു. നമുക്ക് നോക്കാം കേട്ടോ ആർക്കാണ് ചിക്കൻ പോക്സ് വരണമെന്നുള്ളത്. The doctor who took care of the child couldn't resist the temptation to listen the angel's heart. ഈ അവരുടെ ഒരു ഫാമിലി ഡോക്ടർ ഉണ്ട്. അവരുടെ ഫാമിലി ഡോക്ടർ എന്ത് ചെയ്തു, നമ്മളുടെ ഈ കുട്ടിയെ നോക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഈ ടെംപ്റ്റേഷൻ, നമുക്ക് ആൾക്ക് എന്ത് ചെയ്യണം, ഈ ഏഞ്ചലിനെ ഒന്ന് ചെക്ക് ചെയ്യണം, എന്താണ് ആളുടെ സ്ഥിതി കാര്യങ്ങളെന്നൊക്കെ അറിയാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ ഏഞ്ചലിൻ്റെ ഹാർട്ടിൽ നമ്മൾ സ്റ്റെത്തോസ്കോപ്പൊക്കെ വെച്ചിങ്ങനെ നോക്കുകയാണ്. He found so much whistling in heart and so many sounds in the kidneys. What surprised him most, however,
was the logic of his wings. They seemed to so natural on that completely human organisms. He couldn't understand why other people didn't have them too. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, നമ്മുടെ ഏഞ്ചലിനെ ചെക്ക് ചെയ്തപ്പോൾ നോർമലി ഈ ഒരു പ്രായമായതിൻ്റെ ഒരു ഫിസിലിംഗ് സൗണ്ട്, പണ്ടൊരു സൗണ്ട് ഉണ്ടാവില്ലേ ഹാർട്ടെന്ന്, അങ്ങനെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുപോലെ കിഡ്നിയിൽ നിന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആരെ പോലെ, സാധാരണ മനുഷ്യന്മാരെ പോലെ ഒരു ഹ്യൂമണിന് ഉണ്ടാവുന്ന എല്ലാ സൈക്കോളജിക്കൽ ചേഞ്ചസും ആർക്കും ഉണ്ട്, അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ചേഞ്ചസും ഒക്കെ ആർക്കും ഉണ്ട്, നമ്മളുടെ ഏഞ്ചലിനും ഉണ്ട്. പക്ഷെ ഡോക്ടറിനെ സർപ്രൈസ്ഡ് ആക്കിയത് എന്താ വെച്ചാൽ ബാക്കിയെല്ലാം ഒരു നോർമൽ ആയിട്ടുള്ള മനുഷ്യനെ പോലെ തന്നെയാണ് അല്ലേ, പക്ഷെ എന്തുകൊണ്ടാണ് ബാക്കി എല്ലാവർക്കും ഈ ചിറകും കാര്യങ്ങളും ഇല്ലാത്ത എന്നുള്ളതാണ് നമ്മുടെ ഡോക്ടറിനെ സർപ്രൈസ് ആക്കിയത്. When the child began to school, the sun and rain had caused the collapse of the chicken coop. The angel went dragging himself about her and there like a stray dying man. He seemed to be in so many places at the same time. അങ്ങനെ കുറേ കഴിഞ്ഞ് നമ്മുടെ റെയിനി സീസണും സണ്ണി ഒക്കെ കഴിഞ്ഞ് ഈ കുട്ടി എന്ത് ചെയ്യാണ്, സ്കൂളിലേക്കൊക്കെ പോകാനുള്ള പ്രായമായി. നമ്മുടെ ചിക്കൻ കൂപ്പൊക്കെ എന്ത് ചെയ്തിരിക്കണു, കൊളാപ്സ് ആയിക്കണു, വെയിലും മഴയൊക്കെ കാരണം കൊളാപ്സ് ആയിരിക്കണു. അപ്പോൾ നമ്മുടെ ഏഞ്ചൽ എന്ത് ചെയ്യാണ്, ഏഞ്ചലും എല്ലാം അവിടെയും ഇവിടെയും വലിച്ചൊരു മരിക്കാനായ ലെവലിൽ ആളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ ഏഞ്ചലിനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരേ സമയത്ത് എന്താണ് പല പല സ്ഥലത്തും കണ്ടവരുണ്ട് എന്ന് പറയാണ്. പിന്നെന്താ പറയുന്നത്, he could scarcely eat and his eyes had also begun so foggy. Then he went about bumping into posts. അപ്പോൾ എന്താണ് പറയുന്നത്, ഭക്ഷണമൊന്നും കഴിക്കാൻ തീരെ വയ്യ, കണ്ണൊക്കെ എന്താണ് കാഴ്ചയൊക്കെ കുറഞ്ഞിരിക്കണോ. ഫോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചയൊക്കെ കുറഞ്ഞ, ഒന്നും കാണാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ എന്താവുകയാണ്, അവിടുത്തെ പോസ്റ്റിലും മതിലിലൊക്കെ പോയിട്ട് ഇടിക്കുകയാണ്. പെലയോ threw a blanket over him and let him sleep in the shed. അങ്ങനെ എന്ത് ചെയ്യാണ്, പെലയോ ഒരു ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ ഒരു ഷെഡിൽ നമ്മുടെ ഏഞ്ചലിനെ കൊടുന്ന് കിടത്തുക, അല്ലെങ്കിൽ അവിടെ ഉറങ്ങാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. Only then they noticed that he had a temperature at night. അപ്പം മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത് എന്ത്, നമ്മുടെ ഏഞ്ചലിന് രാത്രി എന്ത് ചെയ്യേണ്ടത്, നല്ല പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അപ്പോഴാണ് ശ്രദ്ധിക്കണുള്ളൂ. They became alarmed for they thought he was going to die. അവരെന്ത് ചെയ്യാണ്, അവർ ഉറപ്പിക്കുകയാണ്, നമ്മുടെ ഏഞ്ചൽ മരിക്കാൻ പോവുകയാണ്, ഇനി ആളുകളെ കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുകയാണ്. And yet he not only survived his worst winter but seemed improved with the first sunny days. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മുടെ ഏഞ്ചൽ എന്ത് ചെയ്യാണ്, വിൻ്റർ സീസണൊക്കെ നല്ല അടിപൊളിയായിട്ട് സർവൈവ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, അങ്ങനെ ഫസ്റ്റ് സണ്ണി ഡേയ്സ് ആകുമ്പോഴേക്കും എന്ത് ചെയ്യാണ്, ഇമ്പ്രൂവ് ആവുകയാണ്. അവരുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഇമ്പ്രൂവ് ആയി. ഹി റിമെയിൻഡ് മോഷൻലെസ് ഫോർ സെവറൽ ഡേയ്സ് ഇൻ ദ ഫർദർ കോർണർ ഓഫ് ദ കോർട്ട്യാർഡ്. ഒരു കോർട്ട്യാർഡിൻ്റെ ഒരു സൈഡിൽ എന്ത് ചെയ്യണം, കുറേ ദിവസം അങ്ങനെ അനങ്ങൊന്നും ചെയ്യാണ്ട് കടന്നുവെങ്കിലും പിന്നെ എന്താണ് ഉണ്ടാവുന്നത്, ഡിസംബർ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഡിസംബർ സം ലാർജ് സ്റ്റിഫ് ഫെതേഴ്സ് ബിഗാൻ ടു ഗ്രോ ഓൺ ഹിസ് വിങ്സ്. ദേ ലുക്ക് ലൈക്ക് ഫെതേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ. എന്ത് ചെയ്യാണ്, നമ്മുടെ ഡിസംബറൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും നമ്മുടെ ഏഞ്ചലിൻ്റെ ചിറകിൽ എന്തുണ്ടാവുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു പുതിയ ചിറകുകളൊക്കെ ഉണ്ട്. ഈ നോക്ക് കുത്തിയൊക്കെ വെക്കില്ലേ നമ്മൾ പാടത്ത് വൈക്കോലൊക്കെ വെച്ചിട്ട്, അതേപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തുണ്ട്, പുതിയ ചിറകുകൾ അല്ലെങ്കിൽ തൂവലുകളൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ആരുടെ ചിറകിൽ, നമ്മുടെ ഏഞ്ചലിൻ്റെ ചിറകിൽ. ആരെ പോലെ, ഒരു സ്കെയർ ക്രോനെ പോലെ എന്ന് പറയാണ്. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് പോർഷനാണ്. നെക്സ്റ്റ് പാർട്ടിൽ എന്താണ് പറയുന്നത്, വൺ മോർണിംഗ് എലിസൻഡ വാസ് കട്ടിങ് സം ബഞ്ചസ് ഓഫ് ഓണിയൻ ഫോർ ലഞ്ച് വെൻ എ വിൻഡോ ബ്ലൂ ഇൻ ടു ദ കിച്ചൺ. അപ്പോൾ എന്താണ്, നമ്മളുടെ എലിസണ്ട ഉച്ചയ്ക്ക് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാറ്റ് വന്നു. ഇവിടുന്ന് നമ്മളുടെ ജനലിൻ്റെ അവിടെ നിന്ന് കിച്ചൻ്റെ ഉള്ളിലേക്ക് ഒരു കുഞ്ഞു കാറ്റ് വന്നു. Then she went to the window and found the angel in his first attempt at flight. അപ്പോൾ ഈ ജനലിൻ്റെ അടുത്തേക്ക് പോയി നോക്കിയപ്പോൾ എന്താണ് കാണുന്നത്, നമ്മുടെ ഏഞ്ചൽ ആളുടെ ആദ്യത്തെ പറക്കലിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. This was so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. അപ്പോൾ എന്താണ് കാണുന്നത്, എയറിൽ നമ്മുടെ ഏഞ്ചലിന് ഗ്രിപ്പും കാര്യങ്ങളൊന്നും കിട്ടാണ്ട് ഈ ഷെഡിൽ വന്ന് ഇങ്ങനെ തട്ടുന്നതാണ് എന്ത് ചെയ്യുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള അർത്ഥം ഹൈറ്റ് എന്നൊക്കെയാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഫൈനലി നമ്മുടെ ഏഞ്ചൽ എന്ത് ചെയ്തു, എയറിൽ ഇങ്ങനെ മാനേജ് ചെയ്ത് നിൽക്കാൻ അല്ലെങ്കിൽ പറക്കാനുള്ള ആ ഒരു ഗ്രിപ്പ് കിട്ടിയെന്നൊക്കെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എലിസൻഡ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ് ഫോർ ഹെർസെൽഫ് ആൻഡ് ഫോർ ഹിം. When she watched him passes over the last houses, he was holding himself up in some way there with risky flapping of a senile vulture. അപ്പോൾ എന്താണ് പറയുന്നത്, ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ എലിസൻഡയ്ക്ക് എന്തായി, പാവം നിങ്ങളൊന്ന് രക്ഷപ്പെട്ടോട്ടെ, അല്ലെങ്കിൽ ആളോടൊരു ദയ തോന്നി.
എന്താണ് ഇനിയെങ്കിലും നമ്മുടെ ഏഞ്ചൽ ഒന്ന് രക്ഷപ്പെട്ടോട്ടെ, എവിടെയെങ്കിലും പോയിട്ട് എന്ത് ചെയ്തോട്ടെ, ഒന്ന് ഓക്കെ ജീവിച്ചോട്ടെ, അല്ലെങ്കിൽ ആളുടെ ഫെയ്ത്ത് പോലെ എന്തോ ചെയ്തോട്ടെ, പോയിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഒരു റിസ്കി ഫ്ലാപ്പി ഓഫ് സെനൈൽ വൾച്ചർ. ശരിക്കും സെനൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രായമായിട്ട് സെൻസും അങ്ങനെ മറവി വരില്ലേ ആ ഒരു ഇതിൽ അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ളൊരു വൾച്ചറിന് മെറ്റഫറൊക്കെ ആയിട്ട് പറയുകയാണ്. എന്ത് ചെയ്യാണ്, നമ്മുടെ ഏഞ്ചലിനെയും ഒരു സെനൈൽ വൾച്ചറിനെയും കൂടി എന്ത് ചെയ്യാണ്, ഡിഫറൻഷ്യേറ്റ് അല്ലെങ്കിൽ കമ്പയർ ചെയ്തിട്ട് പറയുകയാണ് കേട്ടോ. ഒരു സെനൈൽ വൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായമായിട്ട് ദിശയൊക്കെ തെറ്റി നിൽക്കുന്ന വൾച്ചർ, അതേപോലെ പ്രായമായിട്ട് എങ്ങോട്ട് പോകണമെന്നൊന്നും അറിയാണ്ടാണല്ലോ നമ്മളുടെ ഏഞ്ചലിൻ്റെയും കണ്ടീഷൻ. അപ്പോൾ അതൊരു മെറ്റഫറായിട്ടാണ് കേട്ടോ പറയുന്നത്. നമ്മൾ കമ്പയർ ചെയ്യാണ് നമ്മുടെ ഏഞ്ചലിനെയും സെനൈൽ വൾച്ചറിനെയും. She kept watching him even when she was through cutting the onion. She kept on watching until it was no longer possible for her to see him. He was no longer an annoyance in her life but an imaginary dot on the horizon of the sea. അപ്പോൾ എന്ത് ചെയ്യാണ്, നമ്മുടെ എലിസൻ്റെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഏഞ്ചലിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏഞ്ചൽ എന്ത് ചെയ്യാണ്, പറന്ന് ഇങ്ങനെ ദൂരത്തേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ എലിസൻ്റെക്ക് നോക്കാൻ പറ്റാത്ത അത്രയും ദൂരത്ത് എത്തുന്നത് വരെ എന്ത് ചെയ്യാണ്, നമ്മുടെ എലിസൻ്റെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ഏഞ്ചലിനെ. എന്നിട്ട് പറയുകയാണ്, ആളൊരിക്കലും ഇനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തായിട്ട് വരില്ല, ഒരു ഇതായിട്ട് വരില്ല. പക്ഷെ എന്താണ് നമ്മളുടെ ലൈഫിൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു എന്താണ് പറയുക, ഒരു ഫാൻറ്റസി അല്ലെങ്കിൽ ഒരു ഇമാജിനറി ക്യാരക്ടറായിട്ട് എന്നും നിലനിൽക്കും ആര്, നമ്മളുടെ ഏഞ്ചൽ. അങ്ങനെ എന്ത് ചെയ്യണം, ആ സീന് വന്ന ഒരു ഇമാജിനറി ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു അത്ഭുതമായിട്ട് എന്നും നിലനിൽക്കും ആര്, നമ്മുടെ ഏഞ്ചൽ എന്ന് പറയാണ്. ഇതാണ് നമ്മുടെ വെരി ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതിൻ്റെ ലാസ്റ്റ് പോർഷനാണ്. ഇതിൻ്റെ തൊട്ട് താഴെ അബൌട്ട് ദ ഓതർ ഗബ്രിയൽ ഗാർസിയ മാർക്വേസിൻ്റെ എന്ത് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ആളെ പറ്റിയിട്ട് കുഞ്ഞു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതും കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്യാരക്ടർ സ്കെച്ചോ അല്ലെങ്കിൽ ഈ ലെസൻ്റെ സമ്മറി റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഓതറിനെ പറ്റി നമ്മളൊരു കുറച്ച് എഴുതുമ്പോൾ തന്നെ നമുക്ക് എന്തുണ്ടാവും, കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളാവും. ഇനി നെക്സ്റ്റ് ക്ലാസ് എത്രയും പെട്ടെന്ന് ഉണ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ്. ആദ്യമായിട്ട് കാണുന്നവരെന്ത് ചെയ്യുക, സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്യുക. താങ്ക് യു, ബൈ.